Hi, welcome to next lecture. Let us കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് ഫൈനൈറ്റ് ഡിഫറൻസ് ആണ് പഠിച്ചത്. ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ, മീൻ ഓപ്പറേറ്റർ. ഫോർവേഡ് ഡിഫറൻസിൽ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ yn-1 ഈക്വൽ ടു yn-yn-1 ആയിരുന്നു. ബാക്ക്വേർഡ് ഡിഫറൻസിൽ നബ്ല yn ഈക്വൽ ടു yn-yn-1. ഷിഫ്റ്റ് ഓപ്പറേറ്ററിൽ EYR ഈക്വൽ ടു YR+1 ആണ്. അവർ ഒരു സ്റ്റെപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നു. മീൻ ഓപ്പറേറ്റർ μYR ഈക്വൽ ടു 1/2 ഇൻറ്റു YR+1/2 പ്ലസ് YR-1/2. ഇനി നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ദാറ്റ് ഈസ് സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ. സെൻട്രൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡും ബാക്ക്വേർഡും കമ്പൈൻ ചെയ്തിട്ടാണ് സെൻട്രൽ ഡിഫറൻസ് പറയുന്നത്. ഇതിൽ y1 മൈനസ് y0നെ നമ്മൾ എന്തായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ y 1/2 ഡെൽറ്റ y 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഹാഫ് സ്റ്റെപ്പ് മൈനസ് അതിന് ഇപ്പുറത്തുള്ള ഹാഫ് സ്റ്റെപ്പ് y1 മൈനസ് y0 ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ ഡെൽറ്റ y 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് y2 മൈനസ് y1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഡെൽറ്റ y n-1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് വരുന്നത് n-1/2 ആണെങ്കിൽ yn-1/2 ആണെങ്കിൽ n-1/2 ആണെങ്കിൽ 2-1/2. ഓക്കെ, ഇവിടെ yn-1/2ൽ n-1/2 ആണെങ്കിൽ ഇത് ആക്ച്വലി 2-2 ആണ്, റൈറ്റ്. അപ്പോൾ y2 മൈനസ് y1 ഇത് 1-1/2 ആണ്. 1-1/2 ആണ് y1 മൈനസ് y0. n-1/2 ആണെങ്കിൽ yn minus yn-1. This is the central difference operator. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ടേബിൾ ഫോമാറ്റ് ചെയ്യുന്നതാണ്. ടേബിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ് വേണം, വൈ വേണം, ഡെൽറ്റ വൈ വേണം, ഡെൽ സ്ക്വയർ വൈ വേണം, ഡെൽ ക്യൂബ് വൈ വേണം, ഡെൽ റേസ് ടു 4y വേണം. ഫസ്റ്റ് എക്സ് വൈ ഡെൽറ്റ വൈ ഡെൽറ്റ സ്ക്വയർ വൈ ഡെൽറ്റ ക്യൂബ് വൈ ഡെൽറ്റ റേസ് ടു 4y. x0 x1 x2 x3 x4 y0 y1 y2 y3 y4. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിവിടെ ഡെൽറ്റ വൈ 1/2 ഡെൽറ്റ വൈ 3/2 ഡെൽറ്റ വൈ 5/2 ഡെൽറ്റ വൈ 7/2. ഇവിടെയാണെങ്കിൽ ഡെൽ സ്ക്വയർ y1 വന്നു 3/2 പ്ലസ് 1/2/2 വരും. ഡെൽ സ്ക്വയർ y2 വരും. ഡെൽ സ്ക്വയർ y3 വന്നു. ഇവിടെ ഡെൽ സ്ക്വയർ y 3/2 വന്നു. ഡെൽ സ്ക്വയർ y 5/2 വന്നു. ഇവിടെ ഡെൽ സ്ക്വയർ y 1/2 3/2 പ്ലസ് 5/2 8/2. That is 8/2 4/2. That is del square y 1/2 വരുന്നു ഇവിടെ. ഇനി 2/2 8/2/2 y2 ആണ് ആക്ച്വലി വരിക. del square y2 ആണ് ആക്ച്വലി വരിക. del square y2. Okay, so this is a table in this. Next, symbolic relations and separation of symbol ആണ്. Symbolic relations
symbolic relations and separation of symbols and separation of symbols. ഇതാണ് നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത്. സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ഓപ്പറേറ്റർ, നമ്മൾ മീൻ ഓപ്പറേറ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ y0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? y1 മൈനസ് y0 ആയിരുന്നു. അപ്പോൾ y1നെ എന്തെഴുതാം? ഈ y0 എന്ന് എഴുതാം. മൈനസ് y0 ആണ്. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഇ മൈനസ് 1 ഇൻറ്റു y0 ആണല്ലോ. അപ്പോൾ ഈ ഓപ്പറേറ്ററിനെ മാത്രം മാറ്റി എഴുതിയാൽ എന്ത് പറയാൻ പറ്റും? ഡെൽറ്റ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇ മൈനസ് 1 ആണ്. അതായത് വിച്ച് ഇംപ്ലൈസ് ഇ ഈക്വൽ ടു 1 പ്ലസ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആണ്. ഇതൊരു ഫോർമുലയാണ് ഇവിടെ വരിക. അപ്പോൾ ഡെൽ ക്യൂബ് y0 എന്ന് പറയുന്നതിന് പകരം എന്തും ചെയ്യാൻ പറ്റും? ഇ മൈനസ് 1 ക്യൂബ് y0, അതായത് ഇ ക്യൂബ് y0 മൈനസ് 3 ഇ സ്ക്വയർ y0 പ്ലസ് 3 ഇ y0 മൈനസ് y0, ഇത്രയാണ് വരിക. അപ്പോൾ ഇ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y3 മൈനസ് 3y2 പ്ലസ് 3y1 മൈനസ് y0, ഇതാണ് അതിൻ്റെ ഫോമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് കുറച്ച് പ്രൂഫ് ഉണ്ട്. പ്രോബ്ലംസ് ആണ് ഇതിൽ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ പ്രൂവ് ദാറ്റ് backward difference nebula equal to 1 minus E inverse. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഏതെങ്കിലും ഒരു നെബ്ല y1 എടുത്തു. നെബ്ല y1 എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? y1 മൈനസ് y0 ആണെന്ന് അറിയാം. ഇനി നമ്മൾക്ക് ഈ ഇൻവേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ y0നെ എങ്ങനെ എഴുതാൻ പറ്റും? y1 മൈനസ് ഇവിടെ y1 ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു y1 ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇ റേസ് ടു മൈനസ് 1 y0 ആണല്ലോ ഇത് വരുന്നത്. മൈനസ് 1 y1 ആണല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിലാണല്ലോ, അതായത് ഇ റേസ് ടു എൻ വൈ ആർ ഈക്വൽ ടു വൈ ആർ പ്ലസ് എൻ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 മൈനസ് 1 ദാറ്റ് ഇസ് y0 ആവും. അപ്പോൾ ഇതിനെ ഇ റേസ് ടു മൈനസ് 1 y1 എന്ന് എഴുതാം. ദാറ്റ് ഇസ് y1 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു y1 ആയിട്ട് വരും. സോ nebula equal to 1 minus E inverse. So this is the operator. Okay. So second question is, moving on to the second question, delta equal to e raised to 1 by 2 minus e raised to minus 1 by 2. E raised to 1 by 2 minus e raised to minus 1 by 2. So that ഡെൽറ്റ വൈ ആർ എടുത്തു. ഡെൽറ്റ വൈ ആർ ഇക്വേഷൻസ് അറിയാം. വൈ ആർ പ്ലസ് 1/2 മൈനസ് വൈ ആർ മൈനസ് 1/2 എഴുതി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ എഴുതാം? ഈ 1/2 വൈ ആർ മൈനസ് ഇതിനെ ഈ 1/2 വൈ ആർ എന്ന് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഈ 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് 1/2 ഇൻറ്റു വൈ ആർ വന്നു. അപ്പോൾ ഓപ്പറേറ്റർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഈക്വൽ ടു ഈ 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് 1/2. അപ്പോൾ ഇവിടെ എന്താണോ നമ്മൾക്ക് ഡിഫൈൻ ചെയ്ത ഓപ്പറേറ്റർ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ മ്യൂ ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇ റേസ് ടു 1/2 ഇ റേസ് ടു മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 2 ഇതാണ് ചെയ്യാനുള്ളത്.
അത് ചെയ്യുമ്പോൾ ഫസ്റ്റ് മ്യൂയുടെ ഓപ്പറേറ്റർ എന്താ അറിയാം, മ്യൂ ബൈ ആർ ഈക്വൽ ടു 1/2 ഇൻറ്റു ബൈ ആർ പ്ലസ് 1/2 പ്ലസ് ബൈ ആർ മൈനസ് 1/2. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു, ഇവിടെ എങ്ങനെ മൈനസ് വരും, ഓക്കെ. സോ ഇവിടെ ചെയ്യുന്നത് ദിസ് ഇസ് ആക്ച്വലി 1/2 ഇൻറ്റു ഇ റേസ് ടു 1/2 വൈ ആർ പ്ലസ് നേരത്തേത് എന്തായിരുന്നു, മൈനസ് ആയിരുന്നു. ഓക്കെ, 1/2 ഇൻറ്റു ഇല്ല, ഇ റേസ് ടു 1/2 വൈ ആർ പ്ലസ് ഇ റേസ് ടു 1/2 ഇൻറ്റു വൈ ആർ വന്നു. So it is equal to, ഇതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും, that is 1/2 into e raised to 1/2 plus e raised to minus 1/2 yr എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. നേരത്തെ റിസൾട്ടിൽ നേരത്തേത് ഈ രീതിയിലാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, അതിനെ ഒന്ന് മാറ്റി എഴുതി. ഓക്കെ, രണ്ടും ഒന്നല്ല, റൈറ്റ്. സോ mu can be written as e raised to 1/2 plus e raised to minus 1/2 divided by 2. Next question, that is forward difference operator equal to delta e equal to delta e raised to 1/2. ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ചെയ്യുന്നത് ഡെൽറ്റ വൈ ആർ ഈക്വൽ ടു എന്താ, വൈ ആർ പ്ലസ് 1 മൈനസ് വൈ ആർ ആണ്, വൈ ആർ പ്ലസ് 1 മൈനസ് വൈ ആർ ആണ്. സോ ഡെൽറ്റ ഇ വൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നബ്ല വൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബ്ല വൈ ആർ പ്ലസ് 1 ഈക്വൽ ടു ആക്ച്വലി വൈ ആർ പ്ലസ് 1 മൈനസ് വൈ ആർ ആണ്. സോ എന്ത് പറയാം, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഡെൽറ്റ ഈക്വൽ ടു നബ്ല ഇ വന്നു, നബ്ല ഇ വന്നു. ഇനി ചെയ്യാനുള്ളത് ഒരു ഓപ്പറേറ്ററും കൂടി ഉണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിൽ മ്യൂ സ്ക്വയർ ഈക്വൽ ടു, ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, മ്യൂ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഡെൽ സ്ക്വയർ 4 എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ മ്യൂയുടെ ഫോമുല എഴുതുക. മ്യൂ എന്തായിരുന്നു, 1/2 ഇൻറ്റു ഇ റേസ് ടു 1/2 പ്ലസ് ഇ റേസ് ടു മൈനസ് 1/2. അപ്പം മ്യൂ സ്ക്വയർ എന്താവും, 1/4 ഇൻറ്റു ഇ റേസ് ടു 1/2 പ്ലസ് ഇ റേസ് ടു മൈനസ് 1/2 ഹോൾ സ്ക്വയർ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 ഇൻറ്റു ഇ പ്ലസ് ഇ റേസ് ടു മൈനസ് 1 പ്ലസ് 2 വന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു, എങ്ങനെ മാറ്റി എഴുതാം ഇതിനെ, ദിസ് ഇസ് ഇ റേസ് ടു 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ആണ്. ഇതിനെ മാറ്റി എഴുതാം, പ്ലസ് 2 വരുമ്പോൾ ഡിവൈഡ് ബൈ കൂടിയുണ്ട്. ദിസ് ഇസ് ആക്ച്വലി ദിസ് ഇസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ ദിസ് ഇസ് എ സ്ക്വയർ പ്ലസ് എ, ദിസ് ഇസ് എ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെയായത്. സോ ദിസ് ഇസ്, ഇതെന്താ, ഡെൽ സ്ക്വയർ ആണ്, ഡെൽറ്റ സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 വന്നു. ദാറ്റ് ഈസ് 1 പ്ലസ് ഡെൽറ്റ സ്ക്വയർ ബൈ 4 വന്നു. സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, സോ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.